2018 കാലിഫോർണിയയിലെ പാരഡൈസിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായി. കാലിഫോർണിയയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം അപകടം വിതച്ച ഒരു തീപിടുത്തം. അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ ജസ്റ്റ് നമ്പേഴ്സ് മാത്രം നോക്കിയാൽ മതി. 85ഓളം ആളുകൾ മരണപ്പെട്ടു, 50,000-ലധികം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു, 19,000-ഓളം സ്ട്രക്ചേഴ്സ് നശിച്ചു. അതിൽ വീടുകളും സ്കൂളുകളും ഹോസ്പിറ്റൽസും ഒക്കെ ഉൾപ്പെടും. നാശനഷ്ടം മാത്രം $16.5 ബില്യൺ ആണ്. അതായത് 1,46,440 കോടിയിലധികം. ഈ വലിയ അപകടത്തിൽ ഒരു സ്കൂൾ ബസ് ഡ്രൈവറും അദ്ദേഹത്തോടൊപ്പം ബസ്സിൽ 22 കുട്ടികളുണ്ട്. 22 കുട്ടികളുടെയും ജീവൻ രക്ഷിക്കാനുള്ള ഡ്രൈവറുടെ പ്രയത്നമാണ് ഈ സിനിമ. നോർത്തേൺ കാലിഫോർണിയയിലെ പാരഡൈസ്. സ്കൂൾ ടൈം കഴിഞ്ഞ് കുട്ടികളെ വീടുകളിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്ന സ്കൂൾ ബസ് ഓടിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പേരാണ് കെവിൻ, നമ്മുടെ കഥാനായകൻ. ബസ്സിൽ കൂടുതലും ചെറിയ പിള്ളേരാണ്. ഓരോരോ വികൃതി ഒപ്പിച്ച് കൂട്ടുന്നുണ്ട്. ആവശ്യമില്ലാതെ വിൻഡോസ് ഒക്കെ തുറക്കും. ഇതൊക്കെ കാണുന്ന കെവിനും കുട്ടികളോട് വളരെ സംയമനത്തോടെ പ്ലീസ് അങ്ങനെയൊന്നും ചെയ്യല്ലേ, അടങ്ങിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു രീതിയിൽ കുട്ടികളെ കൺട്രോൾ ചെയ്ത് അവരെ അവരവരുടെ വീടുകളിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുവാണ്. കുട്ടികളെ ഡ്രോപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബേസിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ ഡയറക്ടർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഇത് ബസ് 963 ആണ്, കുട്ടികളെല്ലാവരെയും ഡ്രോപ്പ് ചെയ്തു, ബേസിലേക്ക് തിരിച്ചു വരിക. അവിടെ ബേസിൽ റൂബി ഉണ്ട്. പുള്ളിക്കാരിയാണ് ട്രാൻസ്പോർട്ടേഷൻ ഡയറക്ടർ. പുള്ളിക്കാരി ജോലിയിൽ നല്ല സ്ട്രിക്റ്റ് ആണ്. ഇത്രത്തോളം ബസ്സുകളെ മാനേജ് ചെയ്യണ്ടേ, കൃത്യമായിട്ട് എല്ലാ കാര്യവും ട്രാക്ക് ചെയ്യണം, ബസ്സുകളെ ട്രാക്ക് ചെയ്യണം, ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, ഇൻഫർമേഷൻസ് എല്ലാം പ്രോപ്പർ ആയിരിക്കണം. കുട്ടികളുടെ സേഫ്റ്റി ഇവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഹേയ് കെവിൻ, ടൈം ഷീറ്റ്സ് കൊണ്ടുവന്നായിരുന്നോ? അത് ഞാൻ വിട്ടുപോയി, നാളെ എത്തിക്കാം. ഓക്കെ, പിന്നെ നിന്റെ ബസ് മെയിൻ്റെനൻസ് ടൈം ആയി, നിന്റെ ഉത്തരവാദിത്വമാണ്, മറക്കരുത്. ഓക്കെ ബോസ്. പിന്നെ എൻ്റെ ആ എക്സ്ട്രാ ഷിഫ്റ്റിന്റെ കാര്യം എന്തായി? ബോസിനറിയാലോ, എൻ്റെ വീട്ടിൽ പ്രാരാബ്ദങ്ങളോട് പ്രാരാബ്ദമാണ്. അച്ഛൻ്റെ മെഡിക്കൽ ബിൽസ്, പിന്നെ അമ്മയെ നോക്കണം. ഇതൊന്നും പോരാഞ്ഞിട്ട് എൻ്റെ എക്സ് വൈഫും വീട്ടിൽ വരുന്നുണ്ട്. സോ ആകെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. ഐ ആം റിയലി സോറി കെവിൻ, ഇപ്പം നിനക്ക് പറ്റിയ എക്സ്ട്രാ ജോബ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇനിയിപ്പോൾ എക്സ്ട്രാ ഷിഫ്റ്റ് വരുവാണെങ്കിൽ തന്നെ അത് സീനിയേഴ്സിനല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിൽക്കണ്ട, നിന്നിട്ട് കാര്യമില്ല, പൊക്കോ, വീട്ടിൽ പൊക്കോ. തിരികെ വീട്ടിൽ ചെല്ലുന്ന കെവിന് വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വരുന്നുണ്ട്. ഇവൻ്റെ ഡോഗിന് ക്യാൻസർ ആണ്, അതൊരുപാട് സ്പ്രെഡ് ആയിട്ടുണ്ട്, സമയമായി എന്ന് അവർ പറഞ്ഞു. ആൾ തകർന്നു പോയെന്ന് പറയാലോ. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന പെറ്റിന് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു, നമ്മളതിനെ ഒത്തിരി മിസ് ചെയ്യും. കെവിനും ആകെ ഒരുമാതിരി മൂഡ് ഓഫ് ആയി ഡോഗിനെയും എടുത്ത് അകത്തിയായിരുന്നു. വീട്ടിൽ ഇവൻ്റെ അമ്മയുണ്ട്. അമ്മയെ കൂടാതെ ഇവൻ്റെ മകനും വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട്. ചെക്കൻ ഇടയ്ക്കിടെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിൽ വരാറുണ്ട്. ഇത് കെവിൻ അത്ര ഇഷ്ടമല്ല. ഇവർ തമ്മിൽ ഒട്ടും അങ്ങോട്ട് ചേരത്തുമില്ല. പറയുമ്പോൾ അച്ഛനും മോനും ഒക്കെ തന്നെ, പക്ഷേ സെറ്റ് ആവില്ല. നമ്മുടെ കെവിന് ഒത്തിരി അധികം ബുദ്ധിമുട്ടുണ്ട്. ഫൈനാൻഷ്യലിയാണ് മെയിൻ. ആൾ ഡിവോഴ്സ്ഡ് ആണ്. ഇവിടെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അമ്മയും പിന്നെ ഷോണും ഈ ഡോഗും മാത്രമേ ഉള്ളൂ. ഇവന്റെ അച്ഛന്റെ മരണശേഷം കുടുംബം നോക്കാൻ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. നേരത്തെ റൂബിയോട് പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛന്റെ ചികിത്സയ്ക്ക് പണം വേണം, എക്സ്ട്രാ ഷിഫ്റ്റ് തരുമെന്നൊക്കെ. വെറുതെ പറഞ്ഞാണ്. അച്ഛൻ മരിച്ചിട്ട് കുറേയായി. ആളുടെ ഒരു അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ല, ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ മണ്ടത്തരം പറ്റിയതായിരിക്കാം. ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാതെ കല്യാണവും കഴിച്ചു, ഭാര്യയും ഇട്ടിട്ട് പോയി. ആകെ മൊത്തത്തിൽ ദുരന്തം പിടിച്ച അവസ്ഥ. തനിക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ. ഇത്രയും അധികം പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ വളരെയധികം കൺട്രോൾ ചെയ്ത് അധികം ആരോടും ദേഷ്യപ്പെടാതെ സംയമനത്തോടെ കാമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ടും ഇദ്ദേഹത്തിന്റെ മകനോട് ഇടയ്ക്ക് ചൂടാവേണ്ടി വരുന്നുണ്ട്. ചെക്കനൊരു ടൈപ്പാണെന്നേ. കെവിൻ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ല, ഇദ്ദേഹത്തെ വകവെക്കുന്നേ ഇല്ല. വീട്ടിലൊരു വഴക്കിനൊക്കെ ശേഷം കെവിൻ അവന്റെ ഡോഗിനെയും കൊണ്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ ചെന്നു. ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വിഷമം കൂടി. ഇത്രയും നാൾ അവൻ വളർത്തിയ അവന്റെ ഡോഗിനെയും അവനെ മിസ് ചെയ്യും. ഇതിനെല്ലാം ശേഷം അടുത്ത ദിവസം ഏതാണ്ട് ഒരു വെളുപ്പിന് സമയത്തോടടുപ്പിച്ച് കാലിഫോർണിയയിലെ ഇലക്ട്രിക് ടവേഴ്സിൽ നിന്ന് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ഇവർ മുൻകൂട്ടി കണ്ടിരുന്നു. കാലാവസ്ഥയും മോശമാണ്, അതുകൊണ്ട് തന്നെ ഏരിയയിൽ റെഡ് അലേർട്ടാണ്. എങ്കിലും സ്കൂളിനൊന്നും അവധി കൊടുത്തിട്ടില്ല. ഇവിടെ തീപിടുത്തം ഒന്നും ഉണ്ടായതറിയാതെ നമ്മുടെ കെവിൻ പതിവ് പോലെ രാവിലെ ബസ് എടുക്കാൻ ചെന്നു. കഴിഞ്ഞ ദിവസം റൂബി ചോദിച്ച ടൈം ഷീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് പതിവ് പോലെ കുട്ടികളെ പിക്ക് ചെയ്ത് സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു. രാവിലെ തന്നെ കെവിന്റെ അമ്മ ഇങ്ങനെ തുടർച്ചയായിട്ട് വിളിക്കുന്നുണ്ട്. പിള്ളേരെ എല്ലാം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഇവൻ കോൾ എടുത്തപ്പോൾ മോനെ കെവിനെ, ഷോൺ ഛർദ്ദിക്കുന്നുണ്ട്, അവന് വയ്യാന്ന് പറഞ്ഞത് വെറുതെ അല്ല. ഇതിനിടെ ബേസിൽ നിന്ന് റൂബി ഇവനെ വയർലെസ് ത്രൂ കോൺടാക്ട് ചെയ്ത് എന്തായി കുട്ടികളെയൊക്കെ ഡ്രോപ്പ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനും മറുപടി കൊടുക്കണം, ഇവിടെ അമ്മയോട് സംസാരിക്കണം, ഇതിനിടയ്ക്ക് ബസ് ഓടിക്കണം. കെവിൻ ആകെ മൊത്തത്തിലൊരു വെപ്രാളം പിടിച്ച അവസ്ഥയിലാണ്. ബേസിൽ നിന്ന് റൂബി ഇന്ന പോലെ ബസ് ഇപ്പോൾ തന്നെ മെയിൻ്റെനൻസിന് കൊണ്ടുപോക്കോ, മെക്കാനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. കെവിൻ ആവട്ടെ അവൻ്റെ അമ്മയോട് ഷോണിന് പനി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, മെഡിക്കൽ കിറ്റ് അവിടെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ദെൻ ബസ് നേരെ ഗ്യാസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. മെയിൻ്റെനൻസിന് കൊടുക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഫില്ലപ്പ് ചെയ്യണം. ആക്ച്വലി കുട്ടികളെ പിക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടതാണ്. എന്നാൽ കെവിൻ്റെ പല പല സാഹചര്യങ്ങൾ കാരണം രാവിലെ മറന്നുപോയി. ഏതാണ്ട് അപ്പോഴേക്കും പാരഡൈസ് ഹില്ലിൽ പടർന്നുകൊണ്ടിരിക്കുന്ന തീ അണയ്ക്കാനായിട്ട് ഫയർ സ്റ്റേഷനിൽ നിന്ന് ആൾ വരുന്നുണ്ട്. 2 വണ്ടിയിലായി ആ ദുർഘടം പിടിച്ച പാതയിലൂടെ തീ കത്തുന്ന അവിടേക്ക് അവരിങ്ങനെ കയറി പോവാണ്. ഇവിടെ വഴിയൊന്നും ഇല്ല, മലയാണ്. ഒന്ന് തെന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി അടക്കം മുഴുവൻ താഴെ കിടക്കും. കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തീ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. അപ്പോൾ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. എത്ര വേഗം തീ കൺട്രോളിലാക്കുന്നോ അത്രയും നല്ലത്. അതിവേഗത്തിൽ വീശുന്ന കാറ്റ്, പുക, പൊടി ഇതൊക്കെ കാരണം ഇവർക്ക് ഉദ്ദേശിച്ച ഏരിയയിലോട്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയാൽ എന്തായാലും തീപിടുത്തം തടയാൻ പറ്റത്തില്ല. തീപ്പൊരികൾ കാറ്റടിച്ച് പറന്ന് കൂടുതൽ ഏരിയയിലേക്ക്
താഴേക്ക് വീണ് അവിടെ ഒക്കെ തീ പിടിച്ചുകൊണ്ടിരിക്കുക. സോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും പ്ലാൻ വേണം, എങ്കിലേ തീ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി ഇവർ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുവാണ്. ഇന്ന് പുലരി, ഏതാണ്ട് പുലരിയോടടുത്താണ് തീപിടുത്തം ഉണ്ടായത്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തീ ഇത്രത്തോളം ഏരിയയിൽ പടർന്നു കഴിഞ്ഞു. അതിൽ നിന്ന് മനസ്സിലാക്കാം കാറ്റ് ഭയങ്കര സ്ട്രോങ് ആണ്. തീ കത്തിയതോടെ കാറ്റ് പിന്നെയും സ്ട്രോങ് ആയിട്ട് വീശി തീപ്പൊരികൾ ദൂരെ ഏരിയാസിലേക്ക് പറന്നു ചെന്ന് അവിടെയും തീ പിടിച്ച് ആകെ മൊത്തം പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇതേ സമയം ഇവിടെ കെവിന്റെ അമ്മ അവനെ വിളിച്ച് ഷോണിന് 111 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. 111? അമ്മ, അതിനൊന്നും യാതൊരു സാധ്യതയുമില്ല. അത്രയൊക്കെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ അവൻ ഓൾറെഡി മരിച്ചിട്ടുണ്ടാവും. റീഡിങ് അവനെ കാണിച്ചേ, എത്രയുണ്ടെന്ന് അവൻ നോക്കട്ടെ. എന്നാൽ ഷോൺ ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, അത്രത്തോളം വയ്യാതിരിക്കുക. ഇവിടെ കെവിൻ ഒരുപാട് തിരക്കിലാണ്. ഫ്യൂല് ഫില്ല് ചെയ്തതേ ഉള്ളൂ, ബസ് മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുചെല്ലണം. ഇതിനിടെ ഷോണിന് വേണ്ടി മെഡിസിൻ വാങ്ങി വീട്ടിൽ കൊണ്ട് കൊടുക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ച് അങ്ങനെ ഒരു വഴിക്ക് പോയി. ഇവിടെ ഫയർ സ്റ്റേഷൻ ടീം തീ അണയ്ക്കാൻ ശ്രമിക്കുന്നിടത്തേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ആളുകൾ വരുന്നുണ്ട്. റെഡ് അലർട്ട് ആയിട്ടും പവർ ഓഫ് ചെയ്യാതിരുന്നത് ഇവരുടെ സൈഡിലെ മിസ്റ്റേക്ക് ആണ്, ശ്രദ്ധിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ചൂടാവുന്നുണ്ട്. അതിന് ഇവർ കുറെ ന്യായം പറയും. അത് പവർ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം സബ്സ്റ്റേഷനിലേക്ക് ആളെ അയക്കണം, പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇതിപ്പോൾ ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് തമ്മിൽ കുറ്റപ്പെടുത്താൻ പറ്റിയൊരു സാഹചര്യമല്ലല്ലോ. ഇപ്പോൾ ഒന്നല്ല 2 ഏരിയയിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണം കൺട്രോൾ ആക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ടാസ്ക് ആണ്. അങ്ങനെയുള്ളപ്പോൾ 2 ഏരിയാസിലേക്ക് എത്തിപ്പെട്ട് അവിടെയുള്ള തീ അണയ്ക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ജനവാസ മേഖലയിലേക്കാണ് അതിവേഗം തീ പടർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്തേ പറ്റുള്ളൂ. വേറൊരു ഓപ്ഷൻ ഇല്ല. അത്രത്തോളം നാശനഷ്ടം ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്ന് ഇവരും തിരിച്ചറിഞ്ഞു. അധികം താമസിച്ചില്ല വേറെ ഏരിയയിൽ നിന്നും വലിയൊരു തീപിടുത്തം ഉണ്ടായി എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇതെന്തിപ്പോൾ ഇങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും പവർ ലൈനിനും തീപിടുത്തം ഉണ്ടായോ? അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയില്ലല്ലോ. സംഭവം ഇതൊരൊറ്റ തീപിടുത്തമാണ്. ഒരു ഏരിയയിൽ തീപിടുത്തം ഉണ്ടായി, അത് കത്തിപ്പടർന്ന് കാറ്റടിച്ച് തീപ്പൊരികൾ പറന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള സ്ഥലത്ത് ചെന്ന് വീണ് അവിടെയും തീപിടുത്തം ഉണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ജനവാസ മേഖലയിലും തീ പടർന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പറ്റുന്നത്ര വേഗത്തിൽ ഇവാക്യുവേറ്റ് ചെയ്തു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നല്ലോ, അപ്രതീക്ഷിതമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് എല്ലാം ഓർഡറിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഷഡ് പിടിയുന്നായിരുന്നില്ല. ഇടിപിടിയുന്ന ആളുകളെയൊക്കെ അലേർട്ട് ചെയ്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയയിൽ നിന്ന് എത്രയും വേഗം അവരെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇതിപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, എങ്ങോട്ട് നോക്കിയാലും തീ, മുന്നിലും പുറകിലും ഒക്കെ തീ കത്തിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടുപോകുന്നവരുടെ മാനസികാവസ്ഥ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. ഭയങ്കരമായിട്ട് പേടിക്കും. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച് വെപ്രാളത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുവാണ്. നമ്മുടെ കെവിനാവട്ടെ ഓടി ഫാർമസിയിൽ ചെന്ന് മരുന്ന് വാങ്ങി. അവിടെ റൂബി ആകെ കൽപ്പിൽ നിൽക്കുക. എത്രയും വേഗം ബസ് മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുചെല്ലണം, എങ്ങാനും താമസിച്ചാൽ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ഇവന് കൊടുക്കൂല എന്ന്. ആളാകെ മൊത്തം വെപ്രാളത്തിലാണ്. തിരക്ക് പിടിച്ച് മരുന്നും മേടിച്ച് തിരിച്ചു വന്നു തുടങ്ങുമ്പോഴാണ് ഇവന്റെ എക്സ് വൈഫ് ലിൻഡ ഇവനെ വിളിക്കുന്നത്. കെവിനെ, അവിടെ എന്താ സംഭവിക്കുന്നേ? ഷോൺ എനിക്ക് മെസ്സേജ് അയച്ചല്ലോ വീട്ടിലോട്ട് ചെല്ലാൻ. എന്ത് പറ്റി? എന്തൊന്നും വീട്ടിലോട്ട് വരാനോ? നീ വീട്ടിലോട്ടൊന്നും വരണ്ട, ഞാൻ നോക്കിക്കോളാം. കെവിൻ, സത്യം പറ, എന്താ അവിടെ സംഭവിച്ചത്? ഷോണിന് എന്താ പറ്റിയേ? അത് വലിയ കാര്യമായിട്ടൊന്നുമില്ലടി, അവൻ ക്ലാസ് കട്ട് ചെയ്തായിരുന്നു. ഇത് കേട്ടതും ലിൻഡയ്ക്കും അങ്ങ് ദേഷ്യമാവുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തെന്നോ? അവൻ എന്തിനാ ക്ലാസ് കട്ട് ചെയ്തേ? അത് പിന്നെ അവന് സുഖമില്ല, ഞാൻ അവന് മരുന്ന് മേടിച്ചിട്ടുണ്ട്, ഇവിടെ എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ലിൻഡയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പുള്ളിക്കാരി പിന്നെയും ഓരോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്ലീസ് ഒന്ന് നിർത്തുവോ, എനിക്കിപ്പോൾ ഇതിനുള്ള സമയമില്ല, ഞാൻ നിന്നെ സൗകര്യം പോലെ വിളിക്കാം എന്നും പറഞ്ഞ് ബസ് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോക്കിൽ ആ മലയിൽ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായി പുക ഉയരുന്നതൊക്കെ ഇവന് കാണാം. ബേസിലേക്ക് കോൺടാക്ട് ചെയ്ത് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ഇവൻ തിരക്കുന്നുണ്ട്. ഇല്ല, ഒരു അപ്ഡേറ്റും ഇല്ല. നീ തീ നോക്കി നിൽക്കാതെ ബസ് മെയിൻ്റനൻസിന് കൊണ്ടുവരുന്നുണ്ടോ? ഓൾറെഡി നിന്നോട് 3 തവണ പറഞ്ഞു കഴിഞ്ഞു, ഇനിയും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതേ സമയം ഇവിടെ ഫയർ ടീം പ്ലെയിൻസ് വരെ ഉപയോഗിച്ച് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനവാസ മേഖലയിലേക്ക് പടർന്ന തീ. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും ഇതുകൊണ്ടൊന്നും വലിയ മെച്ചം ഉണ്ടാവുന്നില്ലെന്നുള്ളതാണ് സത്യം. കുറച്ചൊക്കെ തീ അണയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിലും അതിലും ഒരുപാട് കൂടുതൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർ ടീമിലെ ഒരാളുടെ നേതൃത്വത്തിൽ ജനവാസ മേഖലയിൽ തീ പടർന്ന ഏരിയയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്ന ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടുവന്ന ആളുകളെ ഇവിടുന്ന് പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റോഡ് മുഴുവൻ ബ്ലോക്കാണ്. മരങ്ങളൊക്കെ റോഡിലേക്ക് കത്തി അമർന്ന് വീണ് കിടക്കുവാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് വഴിയില്ല. ചുറ്റുപാട് മുഴുവൻ തീ ആയപ്പോൾ അവിടെ ആകെ പുകയുണ്ടായിരുന്ന ഒരു ചെറിയ അരുവിയിലേക്ക്, ആ വെള്ളത്തിലേക്ക് കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട് അവർക്ക്. വലിയ രീതിയിൽ അവർക്ക് നേരെ ഫയർ വേവ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് പേർക്ക് പൊള്ളലേറ്റു. ഇവർക്കൊന്നും ഒട്ടും നല്ല സമയമല്ല. കുറച്ച് സമയം മാത്രമേ ഇവർക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഈ ഏരിയ കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ഇവിടുത്തെ തീ അണയ്ക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ റോഡ് ബ്ലോക്ക്ഡ് അല്ലായിരുന്നെങ്കിൽ ടാങ്കേഴ്സിനെങ്കിലും അകത്തോട്ട് കയറി വരാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ അതും പറ്റാത്ത അവസ്ഥയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്തുള്ള ഒരു എലമെന്ററി സ്കൂളാണ്. സ്കൂളിൽ നിന്ന് നോക്കിയാൽ പുക ഉയർന്നതൊക്കെ കാണാം. പിള്ളേരൊക്കെ അത് കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ടീച്ചർ മേരി വരും. കുട്ടികൾക്ക് ഒരേ സമയം ആകാംക്ഷയുമുണ്ട്, അതുപോലെ പേടിയുമുണ്ട്. ആ തീ ഇങ്ങോട്ട് വരുമെന്ന്. പിള്ളേരൊക്കെ പേടിക്കുന്ന പോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മേരി മിസ്സിന് മനസ്സിലായി. എങ്കിലും കുട്ടികളെയൊക്കെ സമാധാനിപ്പിച്ചു. കൊച്ചു കുട്ടികളാണ്, മിസ് പറയുന്നതൊക്കെ അനുസരിച്ചോളും. ഇവർക്ക് എന്തായാലും അധികം സമയം കുട്ടികളെ ഇങ്ങനെ നിർത്താൻ പറ്റൂല. എത്രയും വേഗം കുട്ടികളെ വീട്ടിൽ കൊണ്ടുവിടണം, അല്ലെങ്കിൽ തീ പടരാത്ത സേഫ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഈസ്റ്റ് പാരഡൈസിൽ തന്നെ പ്രധാനമായിട്ടും തീ പടർന്നുകൊണ്ടിരിക്കുന്ന 3 ഏരിയയിൽ ഇവാക്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഏതൊക്കെ ഏരിയ ആണെന്ന് പറഞ്ഞു കൊടുത്ത് അവിടെയുള്ള ബസ് ഡ്രൈവേഴ്സ് എത്രയും വേഗം ആ ഏരിയയിൽ നിന്ന് പുറത്ത് വരണം, ചീക്കോ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരണം എന്നൊക്കെ ബേസിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടി. ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കെവിൻ
ആവട്ടെ എത്രയും വേഗം അവൻ്റെ വീട്ടിലോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ചെക്കന് മരുന്ന് കൊണ്ട് കൊടുക്കണ്ടേ. ഇവൻ്റെ ബോസ് റൂബിയോട് വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരട്ടെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരി സമ്മതിച്ചില്ല. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും, അതൊക്കെ ജോലി ചെയ്യുന്നതിന് തടസ്സമാവരുത്, ഇവിടെ എക്സ്ക്യൂസ് പറയാൻ കാരണമാവരുതെന്നൊക്കെയാണ് പുള്ളിക്കാരി. റൂബിക്കും വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് പറയാം. പുള്ളിക്കാരിക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കുട്ടികൾ സേഫ് ആയിരിക്കണം, ബസ് ഡ്രൈവേഴ്സ് സേഫ് ആയിരിക്കണം, ബസ് സേഫ് ആയിരിക്കണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ട മേരി ടീച്ചറിൻ്റെ എലമെൻ്ററി സ്കൂളിൽ നിന്നും കുട്ടികളെ ഒഴിപ്പിക്കാനുള്ള ഓർഡർ വന്നു. അത്യാവശ്യമായിട്ട് ആ ഏരിയയിലേക്ക് ഏതെങ്കിലും ബസ് അയക്കേണ്ടതുണ്ട്. നമ്മുടെ റൂബിയും ബസ് ഡ്രൈവേഴ്സിനോട് ആരെങ്കിലും എലമെൻ്ററി സ്കൂളിന് അടുത്തുണ്ടോ, ആ ഏരിയയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കെവിൻ ആവട്ടെ കുട്ടികളെ പിക്ക് ചെയ്യാൻ ഇവൻ പോകാമെന്ന് പറഞ്ഞു. ആള് തിരക്ക് പിടിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. എന്നാൽ ഈ സാഹചര്യത്തിൽ കുട്ടികളെ സേവ് ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി ആൾ എലമെൻ്ററി സ്കൂളിലേക്ക് പോകുന്നു. അങ്ങനെ 23 കുട്ടികളെയും ബസ്സിൽ കയറ്റി. തനിക്ക് ഒറ്റയ്ക്ക് പിള്ളേരെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ മേരി മിസ് ഇവരോടൊപ്പം പോകുന്നുണ്ട്. ബസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുട്ടിയുടെ പേരൻസ് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ബസ്സിൽ 22 കുട്ടികളും മേരി മിസ്സും പിന്നെ നമ്മുടെ കെവിനും പറ്റാവുന്നത്ര വേഗത്തിൽ ഈ ഏരിയ ഇന്ന് പുറത്ത് കിടക്കണം. ഫയറിന്റെ കാര്യം അൺപ്രഡിക്റ്റബിൾ ആണ്, എപ്പോൾ എവിടെ തീ പടരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനോടകം തന്നെ റോഡ് നിറയെ വാഹനങ്ങളാണ്. ഒരുപാട് പേര് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുമല്ലേ, സ്വാഭാവികമായിട്ടും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ഇതിനിടയിൽ ഇങ്ങനെ പെട്ടുകിടന്നാൽ എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. തീ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. ഇത്രയും വേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്ന തീ, അതിനിടയിൽ ഈ ട്രാഫിക് ബ്ലോക്ക്, 10-22 കുട്ടികൾ ബസ്സിൽ. ആകെയും പോകുകയും ഇപ്പോൾ ഉള്ള ഒരേ ഒരു ഓപ്ഷൻ നിയമം തെറ്റിച്ചിട്ടാണെങ്കിൽ ഇവിടുന്ന് പുറത്ത് കിടക്കുക എന്നുള്ളതാണ്. അതും ഉദ്ദേശിക്കുന്ന പോലെ വലിയ കുഴപ്പത്തിൽ ചെന്ന് ചാടാതെ പ്രോപ്പറായിട്ട് വഴിയൊക്കെ കണ്ടുപിടിച്ച് രക്ഷപ്പെട്ടാൽ മാത്രം. അപ്പോഴേക്കും റൂബിയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബേസ് ഉൾപ്പെടെ ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള ഓർഡർ വന്നു. ടൗണിൽ എങ്ങും സേഫ് അല്ല, ചീക്കോ ഏരിയയിലേക്ക് എല്ലാവരും പുറപ്പെട്ടോളാൻ. ഇത് ബസ് ഡ്രൈവേഴ്സിനൊക്കെ ഇൻഫോം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കെവിൻ ഓടിക്കുന്ന ബസ്സിലേക്ക് മാത്രം കണക്ട് ആവുന്നില്ല. അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, അവൻ്റെ ബസ്സിൽ കുട്ടികളുണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അറിയാം. എത്രയും വേഗം അവനെ ഇൻഫോം ചെയ്തേ പറ്റുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇവർ കുറേയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ ഫോണിലും കിട്ടുന്നില്ല, വയർലെസ് ത്രൂവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. റൂബിക്കൊക്കെയും വേറെ വഴിയില്ലാതെ ബേസ് ക്ലിയർ ചെയ്ത് പോകേണ്ടി വരുന്നു. ഇനിയിപ്പോൾ കെവിനും ഇവരെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വയർലെസ് ത്രൂ കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല. ആകെപ്പെട്ടല്ലോ, ഇത്രയും പിള്ളേരെയും കൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ ഇല്ലാതെ ടൗണിൽ തന്നെ കിടന്ന് കറങ്ങിയാൽ ആകെ മൊത്തം വിഷയമാണ്. ഇവിടെ ട്രാഫിക്കിൽ ട്രാപ്പായി കിടക്കാതെ കിട്ടിയ വഴി കെവിൻ ബസ് എടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമം പാലിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് വഴി, ഇത് മാത്രമേ ഉള്ളൂ വഴി. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ പോകെ മേരി മിസ് പുള്ളിക്കാരുടെ കുറച്ച് കാര്യങ്ങൾ ഇവനോട് ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്കൊരു മകനാണ്, നമ്മുടെ ഷോണിന്റെ അതേ പ്രായം, 15 വയസ്സ്, അവന്റെ പേര് ജെയ്ക്ക്. മേരി മിസ് ഈ പിള്ളേരുടെ കൂടെ ഈ ബസ്സിൽ വരേണ്ട ആളല്ല. പുള്ളിക്കാരിക്ക് അവരുടെ മകനെ വിളിക്കാൻ പോകണമായിരുന്നു. അതുപോലും മാറ്റിവെച്ചാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത്. പുള്ളിക്കാരുടെ സഹോദരിയെ ഇൻഫോം ചെയ്തിട്ടുണ്ട്, അവള് തന്റെ മകനെ പിക്ക് ചെയ്തോളെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ഇതിനോടകം എവിടെയൊക്കെ തീ പടർന്നിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ. അവസാനം ഇവരിൽ എത്ര പേര് ജീവനോടെ ഉണ്ടെന്ന് കണ്ടറിയാം. കെവിനും പേടിയുണ്ട് അവന്റെ വീട്ടിലെ കാര്യം ആലോചിച്ചിട്ട്. വീട്ടിലാണെങ്കിൽ ഇവന്റെ അമ്മയും മകനും മാത്രമേ ഉള്ളൂ. പയ്യന് വയ്യാതിരിക്കുന്ന അവസ്ഥ. ഇവന്റെ അമ്മയ്ക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ പോലും അറിയത്തില്ല. അവിടെയും തീ പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ ഒരു ഖേയോസിനിടയ്ക്ക് അവരെ ആര് രക്ഷിക്കും? കൃത്യസമയത്ത് അവിടെ ആർക്കും എത്താൻ സാധിച്ചില്ലെങ്കിലോ? അവരുടെയും ജീവൻ റിസ്കിലാണ്. ഒരുപാട് നേരം കെവിൻ ഷോണിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എപ്പോൾ വിളിച്ചാലും കോൾ വോയിസ് മെയിലേക്കാണ് കണക്ട് ആവുന്നത്. ചെക്കൻ കോൾ എടുക്കുന്നില്ല. അമ്മയെ വിളിച്ചപ്പോഴും ഇതൊക്കെ തന്നെ അവസ്ഥ. ഇവിടെ കെവിനാണെങ്കിലും മേരി മിസ്സിനാണെങ്കിലും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ കുട്ടികളെ ഇവിടുന്ന് രക്ഷപ്പെടുത്തണം. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ കുട്ടികളെയും കൊണ്ട് ഇവിടുന്ന് പുറത്തു പോകാൻ ശ്രമിക്കുന്നു. ആയിരക്കണക്കിന് കാറുകൾ റോഡിൽ നിന്ന് വലിയ ബ്ലോക്ക് ആയി കഴിഞ്ഞു. ആർക്കും പുറത്തു കിടക്കാൻ പറ്റാത്ത അവസ്ഥ. തീ കത്തി പുകയെല്ലാം കൂടെ വന്ന് ഒരുമാതിരി അർദ്ധരാത്രിയായ അവസ്ഥ. ശരിക്കും പകലാണ്, എന്നാൽ ഒരുപാട് തീയും പുകയും ഒക്കെ വന്നിട്ട് ഇങ്ങനെ കറുത്തിരുണ്ട് ഈ അവസ്ഥയിലായി. ബ്ലോക്ക് മാറിയിട്ട് മുന്നോട്ട് പോകാൻ ഇവരൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വീട് മുഴുവൻ കത്തി നശിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഇവിടെ നിൽക്കാൻ പോയാൽ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവരും കത്തിച്ചാമ്പലാവും. രണ്ടും കൽപ്പിച്ച് നമ്മുടെ കെവിൻ മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ ബസ് മുന്നോട്ട് നീക്കി. എന്നാൽ മുന്നിലും പുറകിലുണ്ടായിരുന്ന കാറുകളെല്ലാം കൂടെ വന്ന് ഇവന്റെ വഴി മുടക്കുന്നതോടെ ഇവന് എങ്ങോട്ട് പോകണമെന്നൊരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. ബസ്സിൽ കുട്ടികളുണ്ടെന്ന് കെവിൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും കാർ ഓടിക്കുന്നവരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്കൊക്കെ അവരുടെ ജീവനല്ലേ പ്രധാനം. ഇങ്ങനെ ആയതോടെ ബ്ലോക്ക് മാറ്റാൻ നമ്മുടെ കെവിൻ തന്നെ റോഡിൽ ഇറങ്ങുവാണ്. മേരിയെ ബസ് ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരിക്ക് ഓടിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒന്നുമില്ല മോളെ, കയറിയിരുന്ന് ക്ലച്ച് ഔട്ട്, ആക്സിലേറ്റർ ഔട്ട്, വണ്ടി ഇറങ്ങിക്കോളും എന്നൊക്കെ വെപ്രാളത്തിൽ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് ഇവനും ഓടി ചെന്ന് ട്രാഫിക് ബ്ലോക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ച് സമയത്തെ കഷ്ടപ്പാടിനുള്ളിൽ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നു. വലിയ ബ്ലോക്ക് ആയിരുന്നത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് വണ്ടി ഓടിച്ച് കുറേ കൂടെ മുന്നോട്ട് ചെന്നപ്പോഴാണ് ഈ ടൗൺ മുഴുവൻ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഇനി വേസ്റ്റ് ചെയ്യാൻ ഒട്ടും ടൈമില്ല. ടൗൺ വിട്ട് പുറത്തു പോവുക, ചീക്കോയിലേക്ക് എങ്ങാനും പോകാമെന്ന് ഇവരും തീരുമാനിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ എന്ന് അറിയുമ്പോൾ കുട്ടികളിൽ പലരും ഒരുമാതിരി അങ്ങ് പേടിക്കുന്നുണ്ട്. ചില കുട്ടികൾ മെന്റലി ഒരുമാതിരി അങ്ങ് തകർന്ന് പേടിച്ച് ആരോടും സംസാരിക്കാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നൊക്കെയുണ്ട്. മിസ് മേരി പുള്ളിക്കാരിയെ കൊണ്ട് പറ്റുന്ന പോലെ കുട്ടികളെയൊക്കെ മാക്സിമം കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്നുമില്ല മക്കളെ, നമ്മളിപ്പോൾ എത്തും, നിങ്ങൾ ആരും പേടിക്കണ്ട, നമുക്ക് പുതിയ വഴി കണ്ടുപിടിച്ച് പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മിസ് മേരി കൂടെ വന്നത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ കെവിൻ ഒറ്റയ്ക്ക് ഈ പിള്ളേരെ കൊണ്ട് വലഞ്ഞു പോയേനെ. കുട്ടികളെ മാനേജ് ചെയ്യണം, ബസ് ഓടിക്കണം, എല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു ടൗൺ മുഴുവൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തും ഇതുവരെയും പവർ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാൻ ഈ ബി തയ്യാറായിട്ടില്ല. മുമ്പത്തെ പോലെ ഇപ്പോഴും ഓരോരോ ന്യായം പറഞ്ഞിരിക്കുകയാണ്. കൂടുതലൊന്നും ചിന്തിക്കാൻ പോയില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ഹെഡ് ഇവരോട് ചൂടാവുന്നുണ്ട്. നീയൊക്കെ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക? 10-30,000 ആളുകൾ ഇപ്പോഴും അതിനകത്ത് ട്രാപ്ഡ് ആണ്. ന്യായം പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയി പവർ ഓഫ് എന്നും പറഞ്ഞ് ഓടിച്ചു വിട്ടു. ഇവിടെ ബസ്സിൽ ടോബി എന്നൊരു കുട്ടി അവൻ്റെ അമ്മയെ കാണാതെ ആകെ ഒരുമാതിരി അങ്ങ് അപ്സെറ്റായി സംസാരിക്കുമ്പോൾ നമ്മുടെ കെവിൻ, മോനെ നീ പേടിക്കൊന്നും വേണ്ട, നമ്മൾ നേരെ മോൻ്റെ അമ്മയുടെ അടുത്തോട്ടാണ് പോകുന്നത്. ടോബിയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് വേണം എനിക്ക് എൻ്റെ മകനെ കാണാൻ പോകാൻ. ഓക്കെ, നമ്മളിവിടുന്ന് നേരെ നിങ്ങളുടെ എല്ലാവരുടെയും പേരൻസ് ഉള്ളിടത്തോട്ടാണ് പോകുന്നത്.
പോകുന്നത് കേട്ടോ. ഇതും പറഞ്ഞ് വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ റോഡ് സൈഡിലുള്ള പോസ്റ്റുകളെല്ലാം റോഡിലേക്ക് തകർന്നു വീഴുവാണ്. പവർ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇത്രയും നേരമായിട്ട് അവന്മാർ പവർ ഓഫ് ചെയ്തിട്ടില്ല. കൂടുതൽ പോസ്റ്റുകൾ തകർന്നു വീഴുന്നു, പിന്നെയും തീ പിടിക്കുന്നു. എത്ര തവണയാണ് ബസ്സിന് മുകളിലേക്ക് പോസ്റ്റുകൾ വീണതെന്നോ. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇവർക്ക് ഇതിൽ നിന്നൊക്കെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയത്. ഭാഗ്യം മാത്രമല്ല, ഓഫ് കോഴ്സ് നമ്മുടെ കെവിൻ ആളൊരു അടിപൊളി ഡ്രൈവറാണ്. ചുറ്റുപാട് ഇത്രയും വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിക്കാരൻ കൃത്യമായി വെട്ടിച്ച് മാറ്റി ഒരു വിധത്തിൽ പിള്ളേരെയും കൊണ്ട് സേഫ് ആയിട്ട് മുന്നോട്ട് പോയി. എന്നാൽ ശരിക്കും പ്രശ്നങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. വാഹനങ്ങളിലൊക്കെ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. വാഹനങ്ങളില്ലാതെ റോഡിൽ പെട്ടുപോയവരാവട്ടെ മറ്റു വാഹനങ്ങൾ ആക്രമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരുടെ വാഹനങ്ങൾ ആക്രമിച്ച് അവരെ പിടിച്ച് പുറത്തിറക്കി അങ്ങനെയൊക്കെ വണ്ടി എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. കുട്ടികളെയും കൊണ്ട് പോകുന്ന ഈ ബസ്സിന് നേരെയും അത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുന്നുണ്ട്. ചിലർ ഗൺസ് ഒക്കെ ആയിട്ട് ബസ്സിന് നേരെ വരുന്നു. അവിടെ കൃത്യമായി നമ്മുടെ കെവിൻ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടു. ഡോറിനിടയിൽ അക്രമകാരിയുടെ കൈയൊക്കെ ലോക്ക് ചെയ്ത് അങ്ങനെയൊക്കെ അവനെ പിടിച്ചു മാറ്റി. ചുറ്റുപാട് നടക്കുന്ന മറ്റ് സംഭവങ്ങളൊക്കെ കണ്ട് കുട്ടികൾ പേടിക്കാതിരിക്കാൻ മിസ് മേരിയും അവരെ ഇൻസ്ട്രക്ട് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പിടിച്ചു നിർത്തി. ഓൾറെഡി തകർന്നു കിടക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഒരു വിധത്തിൽ ബസ് ഇപ്പുറത്തെത്തിച്ചു. ഇതെങ്ങോട്ടാണ് ഇവർ പോകുന്നതെന്നോ ടൗണിൽ നിന്ന് ഏത് വഴി പോയാൽ പുറത്ത് കടക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല. നിരന്തരമായി നമ്മുടെ കെവിൻ ബേസിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ബേസിൽ ആരുമില്ല, പിന്നെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യാനാണ്? അങ്ങനെ പോകെ AC വെന്റിലൂടെ സ്മോക്ക് അകത്ത് വരുന്നു. കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടുന്നു. ഇതിപ്പോൾ ഒരുപാട് പുക നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയയാണ്. പ്രോപ്പറായിട്ടൊന്നും കാണാൻ പോലും പറ്റുന്നില്ല. എത്രയും വേഗം ഈ ഏരിയയിൽ നിന്ന് പുറത്ത് പോയില്ലെങ്കിൽ വലിയ പ്രശ്നമാകും. ഇതിപ്പോൾ ഇവർ ഏത് സ്ഥലത്താണെന്ന് പോലും ഒരു ഐഡിയ ഇല്ലല്ലോ. കുറേ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നോക്കി വരുമ്പോഴാണ് ഇതൊരു പാർക്കാണെന്നുള്ള കാര്യം നമ്മുടെ കെവിൻ തിരിച്ചറിയുന്നത്. മെഡോ ക്രീക്ക് പാർക്ക്. ഇതിനു മുമ്പ് നമ്മുടെ കെവിൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ നല്ല പരിചയമാണ്. ഇവിടെ ഒരു എക്സിറ്റ് റൂട്ട് ഉണ്ട്. ആ ഒരു എക്സിറ്റ് വേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റും. കെവിൻ എക്സിറ്റ് റൂട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ മിസ് മേരി ശ്വാസം മുട്ടൽ കാരണം ബുദ്ധിമുട്ടിലായിപ്പോയ കുട്ടികളെ പരിചരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്കിപ്പോൾ ഏറ്റവും അത്യാവശ്യം വെള്ളമാണ്. കുട്ടികളുടെ പക്കലുള്ള വെള്ളമൊക്കെ തീർന്നിരുന്നു. അപ്പോൾ എവിടുന്നെങ്കിലും വെള്ളം കിട്ടിയേ പറ്റുള്ളൂ. മിസ് മേരി കെവിനോട് ബസ് നിർത്താൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി പുറത്തിറങ്ങുവാണ്. പാർക്കിൽ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്ന് അന്വേഷിക്കുകയാണ്. കുറേ സമയം തിരഞ്ഞെറിഞ്ഞ് കുറച്ച് ക്യാൻഡ് വാട്ടർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയപ്പോഴാവട്ടെ ആരൊക്കെയോ കുറേ പേര് അവിടെ കൂടി ഇങ്ങനെ നടന്നു പോകുന്നു. ചിലരുടെ കയ്യിൽ ഗൺസ് വരെയുണ്ട്. അവരിവളെ ആക്രമിക്കുമെന്ന് കരുതിയെങ്കിൽ എന്തുകൊണ്ടോ അമ്മമാർ അങ്ങനെയൊന്നും ചെയ്തില്ല. അവർക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയോ കളക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോയിരുന്നു. ഉടനടി അവിടെ വലിയൊരു സ്ഫോടനം ഉണ്ടായി. പാർക്കിലെ ഒരു ഗ്യാസ് ടാങ്ക് പൊട്ടിത്തെറിച്ചതാണ്. കെവിൻ പുറത്തിറങ്ങി മേരിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ പുള്ളിക്കാരിയെ തിരക്കി ഓടി ചെല്ലുമ്പോൾ പുള്ളിക്കാരി ഇങ്ങോട്ട് ഓടി വരുന്നു. ഒട്ടും താമസിച്ചില്ല. രണ്ടാളും വേഗം വണ്ടിയിൽ കയറി അങ്ങനെ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നു. ഏതായാലും തൽക്കാലത്തെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തീരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റിയാൽ മതി. ഇതേ സമയം ഇവിടെ നമ്മുടെ റൂബി ആ 22 കുട്ടികളുടെ പേരൻസിനോട് സംസാരിക്കുന്നുണ്ട്. ഇതുവരെയും ബസ് ടൗൺ വിട്ട് പുറത്ത് വന്നിട്ടില്ല. ബസ്സിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ഒന്നും അവൈലബിൾ അല്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പേരൻസ് ടെൻസ്ഡ് ആവും. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും, ആശങ്കകളുണ്ടാവും. ഇതൊക്കെ ഒരു വിധത്തിൽ നമ്മുടെ റൂബി മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഇപ്പോൾ ബസ് എവിടെയാണ്, എന്താണ് കുട്ടികളുടെയൊക്കെ അവസ്ഥ, ഇത് റൂബിക്ക് പോലും അറിയില്ലല്ലോ. എന്നാലും തനിക്ക് തൻ്റെ ഡ്രൈവറെ വിശ്വാസമുണ്ട്. നമ്മുടെ കെവിനെ, പുള്ളിക്കാരൻ പുതിയ ആളാണെങ്കിലും നല്ല ഒരാളാണ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും അവൻ കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്നൊക്കെ റൂബി ഇവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. മറ്റെന്താണ് പുള്ളിക്കാരിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുക? പ്രതീക്ഷ കൈവിടാതെ ഇവർക്കൊക്കെ ഇങ്ങനെ ഒരു ഉറപ്പ് കൊടുത്ത് ഇവരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തുക, അത്രേ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ കെവിനൊക്കെ ആവട്ടെ ഒരുപാട് തീ കത്തിക്കൊണ്ടിരുന്ന ആ ഏരിയ ഇന്ന് കുറേയധികം മുന്നോട്ട് വന്നു. ഇന്നേരം ഈ പ്രദേശങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകൾ പുറകോട്ട് പോകുന്നു. അതായത് ആ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയയിലേക്ക് പോകുന്നു. ഇതെന്താ സംഭവം? ഇവരിതെങ്ങോട്ടാണ് പോകുന്നത്? തീയിലേക്കാണോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ മുന്നിലും തീ കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പം നമ്മുടെ കെവിനും മേരിയും ഒക്കെ പോകുന്ന ആ ഡയറക്ഷനിൽ ഭയങ്കര തീയാണ്. ഒരു കാരണവശാലും അതുവഴി പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന്. ഇതൊരുമാതിരി അവസ്ഥയാണല്ലോ. പുറകിലും തീ, മുന്നിലും തീ, പുറത്തിറങ്ങാൻ ഒരു ഓപ്ഷനും ഇല്ല. മറു സൈഡിലെ വഴി നോക്കി പോകുന്നവരോട് നമ്മുടെ കെവിൻ പറയുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്, അതുവഴി പുറത്തിറങ്ങാൻ ഒരു ചാൻസും ഇല്ല എന്ന്. എന്നാൽ അവരിൽ ചിലർ ആ ഒരു റിസ്ക് എടുക്കാൻ തന്നെ തയ്യാറാവുകയാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും തീയാണ്, അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുറകിലേക്കെങ്കിലും പോയി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ അവർ പുറകോട്ട് പോയി. ഇങ്ങനെയായതോടെ കെവിൻ പുറത്തിറങ്ങി ചുറ്റുപാട് മുഴുവൻ നോക്കുന്നുണ്ട്. അവരൊക്കെ പറഞ്ഞു ശരിയാണ്, പുറത്ത് കിടക്കാൻ ഒരു വഴിയുമില്ല. ബസ്സും കൊണ്ടോ നടന്നോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഏതൊക്കെ വഴി നോക്കിയാലും എല്ലായിടത്തും തീ. സാഹചര്യം ഇങ്ങനെ ആയതോടെ ബസ്സിൽ തന്നെ തുടരാമെന്ന് നമ്മുടെ കെവിൻ തീരുമാനിക്കുവാണ്. നോ, അത് നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കുട്ടികളെയും കൊണ്ട് നടന്നു പോകാൻ നോക്കിയാലോ? ഇല്ല മേരി, അതിന് ഒരു ചാൻസും ഇല്ല. ഈ ചൂടത്ത് പിള്ളേരെ പുറത്തിറങ്ങി അവർ 2 മിനിറ്റ് പോലും സർവൈവ് ചെയ്യത്തില്ല. നമുക്ക് തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും ഒരു വഴി തുറന്നു കിട്ടാതിരിക്കത്തില്ലെന്ന് പറഞ്ഞ് ഇവരവിടെ സ്റ്റേ ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് മേരി ഒരുമാതിരി അങ്ങ് കരയുന്നുണ്ട്, ഒത്തിരി അങ്ങ് കരയുന്നുണ്ട്. സാഹചര്യം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇവരിപ്പോൾ ഉള്ള ഏരിയയിലേക്കും തീ പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. രക്ഷപ്പെടാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ ഇത്രയും കുട്ടികളും ഇവരും എല്ലാം കത്തിച്ചാമ്പലാവും. എന്നാലും ഇപ്പോൾ ഇവർക്കുള്ള ബെസ്റ്റ് ഓപ്ഷൻ എടുത്തു ചാടി ഒന്നും ചെയ്യാതെ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക. എന്നിട്ട് തീ ഒന്ന് ഒതുങ്ങുമ്പോൾ, ഒന്ന് ശമിക്കുമ്പോൾ ആ വഴി പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. AC വെന്റ് വഴി ബസ്സിനുള്ളിലേക്ക് വരുന്നുണ്ട്. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ നമ്മുടെ കെവിൻ അവന്റെ ഡ്രസ്സ് കീറി ആ ഒരു വെന്റിന്റെ അവിടെ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ പുക ഡയറക്റ്റ് ഉള്ളിലേക്ക് വരുന്നത് ഇങ്ങനെ കൺട്രോൾ ചെയ്യാനാവും. ഏതാണ്ട് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഫയർ ഫൈറ്റിംഗ് ടീം ഇവിടുന്ന് പിന്മാറുന്നുണ്ട്. ബിക്കോസ് തീ അത്രമേൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇനിയും അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഫയർ ഫൈറ്റേഴ്സിന്റെയും ജീവൻ പോകും. അതുകൊണ്ട് അവർ കൂടുതൽ ഉള്ളിലേക്ക് കടന്നു ചെല്ലാതെ ഒരുപാട് കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ മോർ പ്രിസീസ്ലി അവർക്കത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് പിൻവാങ്ങി. ഇവിടെ നമ്മുടെ മേരി ആവട്ടെ പുള്ളിക്കാരുടെ ലൈഫിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളും അവളുടെ ആഗ്രഹങ്ങളൊക്കെ കെവിൻ
കെവിനോട് പറയുന്നുണ്ട്. പുള്ളിക്കാരി വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഈ ഒരു പാരഡൈസ് വിട്ട് പുറത്തു പോയിട്ടുള്ളെന്ന്. ഒരു തവണ എന്തോ. അധികം അങ്ങനെ വെക്കേഷൻ ഒന്നും പോയിട്ടില്ല. വെക്കേഷനൊക്കെ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇവിടെ തന്നെ നിൽക്കുന്നതാണ് സേഫ് എന്ന് കരുതി ഇവിടെ തന്നെ തുടർന്നു പോകുന്നത്. നല്ലൊരു ടീച്ചറാണ്. റൂൾസൊക്കെ കൃത്യമായിട്ട് പാലിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്ത് എല്ലാം ആ ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ഫോളോ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അതിൻ്റെ പേര് പുള്ളിക്കാരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന്. അവസരം കിട്ടിയപ്പോൾ ഇവരുടെ മകനെയും കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു. പുള്ളിക്കാരി വളരെ സങ്കടത്തിൽ അവരുടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ കെവിൻ അറിയാതെ ചിരിച്ചു പോകുന്നുണ്ട്. കാരണം ഇവൻ ഒരുപാട് നാളായിട്ട് ഈ പാരഡൈസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോകാൻ ശ്രമിക്കുന്നവനാണ്. ഇവിടെ തന്നെ ഈ ഒരു രീതിയിൽ ഈ ഒരു തേഞ്ഞൂട്ടിയ ലൈഫ് ജീവിക്കാൻ ആരാ ഇഷ്ടപ്പെടുക? കൈൻഡ് ഓഫ് എ ലൂപ്പ് പോലെ, ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെ. എല്ലാം ഇവന് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാണ്. പക്ഷേ ആരും ഇവനെ മനസ്സിലാക്കുന്നില്ല. ഇവന്റെ മകന്റെ കാര്യം തന്നെ എടുക്കാം. ചെക്കൻ ഇവൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. ഒരുപക്ഷെ കെവിനും ലിൻഡയും ഡിവോഴ്സ് ആയതായിരിക്കാം കാരണം, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു സ്നേഹമില്ലായ്മയായിരിക്കാം കാരണം. പയ്യന്റെ മനസ്സിൽ ഇതൊക്കെ വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് കിടക്കുന്നതുകൊണ്ടാവാം ഷോൺ മര്യാദയ്ക്ക് കെവിനോട് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഈ കെവിനും അവന്റെ അച്ഛനോട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നെന്ന്. അവസാനമായിട്ട് അവന്റെ അച്ഛനോട് സംസാരിച്ചത് 28 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കെവിന് 16 വയസ്സുള്ളപ്പോൾ ലാസ്റ്റായിട്ട് സംസാരിച്ചതും രണ്ടുപേരും തമ്മിൽ അടിയായതാണ്. എപ്പോഴും കുടുംബത്തിൽ വീട്ടിൽ സമാധാനമില്ലാത്ത അവസ്ഥ. ഇത് ഇവർക്ക് ഇങ്ങനെ പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണെന്ന് തോന്നി. അയൽപക്കത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ, ഒരു സ്പെസിഫിക് വീട്ടിൽ എപ്പോഴും ഇടയ്ക്കിടെ ഇങ്ങനെ കേൾക്കാറില്ലേ ഇമാതിരി ബഹളമൊക്കെ. എത്ര പറഞ്ഞു കൊടുത്താലും എത്ര സമാധാനിപ്പിച്ചാലും മുതിർന്നവർ തന്നെ ഒരു കാര്യമില്ലാതെ പിന്നെയും എന്തെങ്കിലും കൊനഷ്ടൊപ്പിക്കും. അതിന്റെ പേരിൽ ആകെ മൊത്തം ബഹളമാകും. ചുറ്റുപാടുള്ള എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നതൊക്കെ. ഇങ്ങനെ ഒരു തേഞ്ഞൊട്ടിയ കുടുംബമായിരുന്നു അത്ര കെവിൻ്റേത്. അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കി അച്ഛനെ സഹിക്കാൻ പറ്റാതായി കെവിൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. രണ്ടുപേരും ഭയങ്കര മോശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. കെവിൻ ലാസ്റ്റായിട്ട് അച്ഛനോട് പറഞ്ഞത് ഇനി നിങ്ങളെ ഞാൻ കാണാൻ ഇടവരരുത്, നിങ്ങൾ ചത്തുപോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെയാണ്. പിന്നെ അങ്ങോട്ട് കുറേ നാൾ പലയിടങ്ങളിൽ ജോലി ചെയ്തു, സർവൈവ് ചെയ്യാൻ ശ്രമിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിലും ജീവിതം എങ്ങും എത്തിയില്ല. ഒരിക്കൽ കെവിന്റെ അമ്മ അവനെ ഫോൺ ചെയ്ത് അച്ഛൻ ഒട്ടും വയ്യ, എത്രയും വേഗം അങ്ങോട്ട് ചെല്ലണമെന്ന് അറിയിച്ചു. ഇത് കേട്ട് കെവിൻ അച്ഛനെ കാണാൻ ചെന്നെങ്കിലും അദ്ദേഹം അപ്പോഴേക്കും മരിച്ചിരുന്നു. അന്ന് അവസാനമായി അച്ഛനോട് സംസാരിച്ചത് അങ്ങ് അറം പറ്റിപ്പോയ പോലെ. ഈ കാര്യങ്ങളൊക്കെ വീണ്ടും ആലോചിച്ച് ഈ പേടികളൊക്കെ മനസ്സിൽ വന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് കെവിൻ എന്ന് പറയാം. കാരണം അന്ന് ഇവന്റെ അച്ഛനെ വയ്യാതായപ്പോൾ അമ്മ ഇവനെ ഫോൺ വിളിച്ച് പറഞ്ഞു ഇവൻ അങ്ങോട്ട് ചെന്നെങ്കിലും അച്ഛനെ കാണാൻ പറ്റിയില്ല. ഇപ്പോൾ ദേ ഇവന്റെ മകന് വയ്യാതായി. ഇവന്റെ അമ്മ ഇവനെ വിളിച്ച് കാര്യം പറഞ്ഞു. ഇതുവരെയും വീട്ടിലോട്ട് പോകാൻ പറ്റിയില്ല. അവിടുത്തെ സാഹചര്യം എന്താണെന്ന് അറിയത്തില്ല. ഇവൻ പേടിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ റോങ് ആയിട്ട് സംഭവിക്കുമെന്നുള്ള ഭയം. അന്ന് അച്ഛനോട് വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ കെവിൻ അതിന്റെ വില മനസ്സിലായില്ല. ഇന്ന് കെവിന്റെ മകൻ ഷോൺ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് കെവിന്റെ അച്ഛൻ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവൻ മനസ്സിലാക്കുവാണ്. ആ സമയത്ത് കെവിന്റെ അച്ഛൻ വളരെ റൂഡായിട്ട് മാത്രമേ ഇവനോട് സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ നമ്മുടെ കെവിന്റെ കേസിലോ പുള്ളി എപ്പോഴും അദ്ദേഹത്തിന്റെ മകനോട് ഷോണിനോട് വളരെ സംയമനത്തിൽ പെരുമാറാനേ ശ്രമിച്ചിട്ടുള്ളൂ. എപ്പോഴും കാമായിട്ട് പയ്യനോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ ചില സമയത്തെ സ്വഭാവം കാരണം ഇദ്ദേഹത്തിന് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടും കെവിന്റെ അച്ഛൻ ചെയ്ത മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇവന്റെ മകനോട് പെരുമാറാൻ ശ്രമിച്ചിട്ടും ഷോണിന്റെ സൈഡിൽ നിന്ന് പിന്നെയും മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞാൽ ഏതൊരാൾക്കാണെങ്കിലും ഭയങ്കര വിഷമം തോന്നും. കെവിനും ഒത്തിരി അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. തിരുത്താൻ പറ്റാവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഇവരുടെ ലൈഫിൽ ഉണ്ടായെങ്കിലും അന്ന് തിരുത്തേണ്ട സമയത്ത് അതൊന്നും തിരുത്തിയില്ല. പിന്നീട് എപ്പോഴെങ്കിലും അന്ന് സംഭവിച്ചതൊക്കെ തെറ്റായിപ്പോയി, അന്ന് തിരുത്തണമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? ഇതൊക്കെ പറഞ്ഞ് കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പെട്ടെന്ന് ഇവരുടെ ബസ്സിന് ചുറ്റുപാടും അങ്ങ് തീ പിടിക്കാൻ തുടങ്ങി. മേരി പേടിച്ച പോലെ സംഭവിക്കുകയാണ്. തീ ബസ്സിനടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. കെവിൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് ചാടി ഇറങ്ങി പറ്റാവുന്നത്ര വേഗത്തിൽ ഓടി നടന്ന് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. ഒട്ടും സമയം കളയാതെ മേരിയും പുറത്തിറങ്ങി ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്ത് ചുറ്റുപാട് പടർന്നുകൊണ്ടിരിക്കുന്ന തീ കൺട്രോളാക്കാൻ ശ്രമിക്കുന്നു. കെവിൻ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് അടിച്ച് അങ്ങനെ തീ കെടുത്താൻ ശ്രമിക്കുന്നു. രണ്ടുപേരും അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചെങ്കിലും തീ പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവർ കെടുത്തുന്നിടത്തേക്ക് തന്നെ പിന്നെയും കൂടുതൽ തീ കത്തുകയാണ്. ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല. രണ്ടും കൽപ്പിച്ച് കെവിൻ ഓടിച്ചെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പണ്ടാറടങ്ങാൻ ഈ പുല്ലിപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല. മെയിൻ്റെനൻസ് ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കെവിൻ നമ്മുടെ മേരിയോട് വണ്ടി ഓൺ ചെയ്യാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പുറത്തിറങ്ങി ബോണറ്റ് തുറന്ന് റിപ്പയർ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു 2-3 തവണ ശ്രമിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ചുറ്റുപാട് മുഴുവൻ തീയാണ്. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല. തീയുടെ ഉള്ളിൽ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ഇത്രയും നേരം ഒരു കാര്യമില്ലാതെ വെയിറ്റ് ചെയ്തിരുന്ന പോലെ ആയിപ്പോയി. തീയുടെ ഉള്ളിലൂടെ വണ്ടി ഓടിച്ച് പോയി പറ്റാവുന്നത്ര വേഗത്തിൽ പോയി. അങ്ങനെ ഒരു വിധത്തിൽ ഇതിൽ നിന്നൊക്കെ പുറത്തു വരുവാണ്. യെസ്, ഫൈനലി ഇത്ര വലിയൊരു റിസ്ക് എടുത്തതുകൊണ്ട് ഇത്രയും കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റി. ഏതായാലും കുട്ടികളെല്ലാം അവരുടെ പേരൻസിനെ ഏൽപ്പിച്ചു. മേരിയും പുള്ളിക്കാരുടെ ഫാമിലിയോടൊപ്പം പോയി. ഇതുവരെയും നമ്മുടെ കെവിന്റെ ഫാമിലിക്ക് എന്താ പറ്റിയതെന്ന് ഒരു അറിവുമില്ല. റെസ്ക്യൂ ടീമിൽ ഇവന്റെ ഫാമിലിയെ പറ്റി തിരക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഇവരെ പറ്റി യാതൊരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പ്രതീക്ഷ കൈവിടാതെ കെവിൻ അങ്ങനെ ചുറ്റുപാട് നോക്കി ചെല്ലുമ്പോൾ അവിടെ ദൈവന്റെ അമ്മയുണ്ട്. മോനെ കെവിൻ, അവിടൊക്കെ ആകെ തീ കത്തിയടാ, നമ്മുടെ വീട് പോയടാ. നമ്മുടെ നെയ്ബറിലെ കാൾ, അദ്ദേഹം നമ്മളെ രക്ഷപ്പെടുത്തിയേ. ഓ ഓക്കെ, ഷോൺ എവിടെ അമ്മ? ഷോൺ അവന്റെ അമ്മയുടെ കൂടെ പോയടാ. എനിക്ക് തോന്നുന്നു അവന്റെ അമ്മയുടെ കൂടെ നിൽക്കാനാണ് ഇഷ്ടമെന്ന്. കെവിന് സങ്കടമായി. ഉറപ്പായിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് തന്റെ മകനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. ഇനി എന്തെങ്കിലും അവനെ കാണാൻ പറ്റുമോ, ലിൻഡെ അതിന് സമ്മതിക്കുമോ എന്ന് പോലും അറിയില്ല. അങ്ങനെ ദിവസങ്ങൾ പോകുന്നു. പ്രദേശത്തെ തീയൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടും കൺട്രോളിലാക്കിയതിന് ശേഷം നമ്മുടെ കെവിൻ അവരുടെ വീട്ടിലേക്ക് തിരികെ ചെല്ലുന്നുണ്ട്. ഇതാണ് വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. മുഴുവൻ കത്തിച്ചാമ്പലായിട്ടുണ്ട്. കെവിൻ ഇങ്ങനെ അവിടെ ഇതെല്ലാം നോക്കി നിൽക്കുമ്പോൾ അങ്ങോട്ടൊരു കാറ് വന്നു. ഷോൺ ആയിരുന്നു അത്. കെവിനെ കണ്ടതും അടുത്ത് വന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു. ലിൻഡെ അത്ര ക്രൂരൊന്നുമല്ല. പുള്ളിക്കാരിയും കൊണ്ട് ഷോൺ
ഷോണിൻ്റെ കൂടെ. അച്ഛനും മകനും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നോക്കി നിൽക്കുന്ന ലിൻഡയെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടാവാൻ കാരണമായ ഇലക്ട്രിക് ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ വലിയൊരു തുക കോമ്പൻസേഷൻ അടക്കേണ്ടി വരുന്നുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം നമ്മുടെ കെവിൻ ചീക്കോയിലെ ഫെയർവ്യൂ സ്കൂളിൽ ഒരു ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. മേരി പഴയ പോലെ പുള്ളിക്കാരി പഠിപ്പിച്ചിരുന്ന സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് തുടരുന്നു. പിന്നെ ടൗണിൽ തന്നെ അങ്ങ് സ്റ്റേ അടിച്ച് നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് വെക്കേഷനൊക്കെ പോകാൻ തീരുമാനിക്കുന്നുണ്ട്. ഇടയ്ക്കിടെ മകൻ്റെ കൂടെ അങ്ങനെ പുറത്തൊക്കെ പോകുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നൊക്കെയുണ്ട്. എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതാണ്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ഈ ആഴ്ചത്തെ ഹൈപ്പ് തീർന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്തോ, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ, മടിയൊന്നും കാണിക്കണ്ട, ധൈര്യമായിട്ട് ചെയ്തോ. ഞാനല്ലേ പറയണേ. നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി വീണ്ടും മീറ്റ് ചെയ്യാം.